ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇപ്പോൾ ജമ്മു കശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നും വരുന്ന പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിനീത വി ജി ഇപ്പോൾ അമൃത്സറിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഈ പഞ്ചാബിലെ സ്ഥിതിഗതികൾ എന്താണ്? ജമ്മു കശ്മീരിൽ നിന്ന് ഈ ഡ്രോൺ കണ്ടു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ, സ്ഫോടന ശബ്ദം കേട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പഞ്ചാബിലെ സ്ഥിതി എന്താണ്? അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളുണ്ട് വിനീത? ഉമേഷ്, അമൃത്സറിൽ ഇപ്പോൾ സൈറൻ മുഴങ്ങിയിരിക്കുകയാണ്. തുടർന്ന് പൂർണ്ണമായിട്ടും വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ മോഘയിലും വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ അമൃത്സറിൽ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിക്കുകയും ഒപ്പം തന്നെ ആളുകൾ വീടുകളിൽ കഴിയണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പത്താൻകോട്ടിലും സമാനമായി വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചു എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഒപ്പം തന്നെ ഈ പഞ്ചാബിൽ ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ഒരു വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. പഞ്ചാബിലെ ബർണാലയിൽ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചു എന്നൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുകയാണ്. പത്താൻകോട്ടിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിലും ഒരു ഡ്രോൺ കണ്ടെത്തിയതായ ഒരു വിവരമുണ്ട്. അത് ഗുരുദാസ്പൂരിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ വീടുകളിൽ സുരക്ഷിതമായി കഴിയണമെന്നൊരു നിർദ്ദേശമാണ് അമൃത്സറിൽ നൽകിയിരിക്കുന്നത്. ഇന്ന് പൊതുവെ ആദ്യഘട്ടത്തിലൊക്കെ അമൃത്സറിൽ ഇന്ന് റെഡ് അലേർട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിലെ അമൃത്സറിലും ഒപ്പം തന്നെ ബധിണ്ടയിലും റെഡ് അലേർട്ടാണ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത്തരത്തിലേക്കുള്ളൊരു നടപടിക്രമങ്ങളിലേക്കൊക്കെ വന്നതിന് ശേഷം ഇനി ഒരു തുടർ നീക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. അതിനെ തുടർന്ന് ഒരു ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറുന്നതൊക്കെയാണ് നമുക്ക് പഞ്ചാബിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അമൃത്സറിലേക്ക് അടക്കം അത് തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്നാണ് പിന്നീട് ഈ പല മേഖലകളിലും പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിലേക്ക് മാറുകയും ഒപ്പം തന്നെ ഡ്രോണുകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കൂടുതലൊരു ആശങ്കയ്ക്ക് കൂടി ഇടയാക്കിയിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ ജില്ലാ ഭരണകൂടം അതത് മേഖലകളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ആളുകൾ സുരക്ഷിതരായിരിക്കണമെന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അമൃത്സറിൽ സൈറൻ മുഴങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് എത്തി. ഇതിനോടകം ആദ്യഘട്ടത്തിൽ ഇന്നലെയൊക്കെ 8 മണിക്ക് മുൻപ് തന്നെ കടകൾ അടയ്ക്കണമെന്നൊക്കെയാണ് നിർദ്ദേശം നൽകിയിരുന്നതെങ്കിലും ഇന്ന് ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ വൈകിയും പല കടകളും ആ മേഖലകളിലൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ കടകളൊക്കെ വളരെ വേഗം അടയ്ക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ പോലീസ് എത്തി നൽകിയിട്ടുണ്ട്. തുടർന്ന് കച്ചവടക്കാർ കടകളൊക്കെ തന്നെ പൂട്ടിയിരിക്കുകയാണ്. പൂർണ്ണമായും എല്ലാ മേഖലകളിലും വൈദ്യുതി ഓഫാക്കണമെന്ന് ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വീണ്ടും ഒരു ആശങ്കയിലേക്ക് അടക്കം നീങ്ങുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് നിലവിൽ അമൃത്സറിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഉന്മേഷ്, വിനീത വി ജിയാണ് പഞ്ചാബിൽ അമൃത്സറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ അച്യുതനിലേക്ക് കൂടി ഇപ്പോൾ പോകുന്നുണ്ട്. അച്യുതൻ, ഈ ഡൽഹിയിലേക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ എത്തുന്നത്? ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം, അതിനുശേഷം ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതിവിശേഷം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്? അച്യുതൻ. ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട 2 ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നാണ് സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇത്തരമൊരു ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ ഡ്രോണിൻ്റെ സാന്നിധ്യം ഉണ്ടായി, പലയിടത്തും ഷെല്ലിംഗ് ഉണ്ടായി എന്ന തരത്തിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിൽ കുറിക്കുന്നുണ്ട്. അത് വെറുതെ അല്ലെങ്കിൽ ഒരു സാധാരണ ആരെങ്കിലും പറയുന്ന കേട്ട ഒരു മുഖ്യമന്ത്രി അങ്ങനെ രേഖപ്പെടുത്തുമോ എന്നറിയില്ല. അതെന്തായാലും ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അത് കൃത്യമായി ബോധിപ്പിച്ചാൽ മാത്രമേ അത്തരമൊരു പ്രതികരണം നടത്തൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, ഗുജറാത്തിലെ ആഭ്യന്തര മന്ത്രി കൂടി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഗുജറാത്തിലെ കച്ചിൽ നിരവധി ഡ്രോണുകളുടെ സാന്നിധ്യമാണ് അവിടെ കണ്ടത്. അവിടെ ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ട്, വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആളുകളോട് സേഫായിട്ടിരിക്കാൻ കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഗുജറാത്ത് ഭരിക്കുന്നത് BJP സർക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. മറ്റൊന്ന്, ആൾ ഇന്ത്യ റേഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത നൽകുന്നുണ്ട്. എന്തായാലും ഈ വെടിനിർത്തൽ ഇന്ന് 5 മണിക്കാണ് പ്രാബല്യത്തിൽ വന്നത്. അത് കഴിഞ്ഞ് 3 മണിക്കൂറോളം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ സാന്നിധ്യം, ഡ്രോൺ ആക്രമണം, ഷെല്ലിംഗ് പോലുള്ള ആക്രമണങ്ങൾ ഈ നിയന്ത്രണ രേഖയിലും അതായത് അന്താരാഷ്ട്ര അതിർത്തിയിലും ഉണ്ടായതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. അത് ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഗുജറാത്തിൽ ആഭ്യന്തര മന്ത്രിയാണ് അവിടെ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായുള്ള വിവരം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു നിർദ്ദേശം പൊതുവെ നൽകിയിരിക്കുന്നത്, ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകൾ, അതായത് രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ
ഇത്തരത്തിൽ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ബ്ലാക്ക് ഔട്ട്, അതായത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ഉള്ള ഒരു നടപടികളിലേക്ക് അവിടുത്തെ ഭരണകൂടങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിവരം, BSFന് ഇതിന് തക്കതായ മറുപടി കൊടുക്കാൻ BSFന് ചില പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയതായുള്ള വിവരങ്ങൾ വരുന്നു. അതിൻ്റെ ഒരു നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ച് BSF ഇതിനെ തിരിച്ചടിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്നുണ്ട്. മറ്റൊന്ന്, ചിനാർ കോപ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കാൻ ഇത്തരത്തിൽ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നും ആ ദൗത്യം പാകിസ്ഥാൻ്റെ അത്തരം ലക്ഷ്യത്തെ തകർത്തു എന്നും ഉള്ള വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നാലും ജമ്മു കാശ്മീരിൻ്റെ നിരവധി ഇടങ്ങളിലാണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നതായുള്ള അല്ലെങ്കിൽ സ്ഫോടക ശബ്ദം കേട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഒരു രജൌരി, ഉദ്ധംപൂർ, അതുപോലെ തന്നെ പലയിടങ്ങൾ നഗ്രോട്ട ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഉന്മേഷ്. ശരി അച്യുതൻ, തുടരുക. ഇപ്പോൾ ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, നേരത്തെ സംസാരിക്കുമ്പോൾ ശ്രീനാഥ് അവിടെ ഈ വിമാനത്താവളത്തിന് സമീപത്തായിരുന്നുവല്ലോ. നിലവിൽ എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ ശ്രീനാഥ്? ഉന്മേഷ്, പൂർണ്ണമായി ഇപ്പോൾ ജമ്മു പൂർണ്ണമായി ഇരുട്ടിലാണ്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് ഇപ്പോൾ ജമ്മുവിലാകെ തന്നെ ഉള്ളത്. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ എയർപോർട്ട് പരിസരത്താണ്, ജമ്മു എയർപോർട്ട് പരിസരത്താണ്. ഇത് നേരത്തെ തന്നെ സിവിലിയൻ വിമാനങ്ങളൊക്കെ നിർത്തി ഇത് പൂർണ്ണമായി സൈന്യം ഏറ്റെടുത്തതാണ്. വിമാനത്താവളം യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, പൂർണ്ണമായി ഇരുട്ടിലാണ് വിമാനത്താവളം അടക്കമുള്ളത്. അതിനടുത്ത് തന്നെയാണ് ഈ എയർഫോഴ്സിൻ്റെ ക്യാമ്പും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് ഒരു തന്ത്രപ്രധാനമായ മേഖലയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണവും മറ്റും ഉണ്ടായപ്പോൾ അതിൽ പലതും ലക്ഷ്യമിട്ടിരുന്നത്, ജമ്മുവിൽ ലക്ഷ്യമിട്ടിരുന്നത് ഈ വിമാനത്താവളവും എയർബേസും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ കനത്ത ജാഗ്രതയുണ്ട്. ഇവിടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ശക്തമായി തന്നെ നിൽക്കുന്നുമുണ്ട്. ഇതുവരെ അതിർത്തി പിന്നിട്ട് ഏതാണ്ട് ഇങ്ങോട്ടേക്ക് 10-20 കിലോമീറ്റർ പിന്നെയും ഉണ്ടാകും അതിർത്തി മേഖലയിൽ നിന്ന്. അതുകൊണ്ട് അതിർത്തി പിന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഡ്രോണുകളോ മറ്റ് ആയുധങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കനത്ത ജാഗ്രതയിലാണ്. ബ്ലാക്ക് ഔട്ട് പൂർണ്ണമായി തന്നെ ഇവിടെ ഇപ്പോൾ ജമ്മുവിൽ ഉണ്ട്. മാത്രമല്ല ജമ്മു കാശ്മീരിലാകെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിർത്തി മേഖലകളിൽ LOCയിൽ ലൈൻ ഓഫ് കൺട്രോളിൽ കനത്ത ആക്രമണം ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്ത്യൻ സേന ശക്തമായ മറുപടി തിരിച്ചടി നൽകുന്നുണ്ട്. കുപ്വാര അടക്കമുള്ള ഉദ്ധംപൂർ അടക്കമുള്ള ബാരാമുള്ള അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ വിധം കനത്ത വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് 7 മണിക്ക് ശേഷം തുടങ്ങിയതാണ്. അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതാണ്. ഈ ജമ്മുവിലുള്ള ആളുകളുടെ ബന്ധുക്കളും മറ്റുമൊക്കെ തന്നെ ഈ അതിർത്തി മേഖലകളിലും ഉണ്ട്. അവർ പലരുമാണ് ആദ്യം നമ്മൾ ഈ വിവരം, ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന വിവരം നമ്മളെ അറിയിക്കുന്നത്. പിന്നാലെയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അതിനൊരു ഔദ്യോഗിക സ്വഭാവം നൽകിക്കൊണ്ടൊരു ട്വീറ്റ്, എന്താണ് ഈ തരത്തിൽ നടക്കുന്നതിനെ കുറിച്ചൊരു ഔദ്യോഗിക സ്വഭാവം അതിന് നൽകിയത്. പിന്നാലെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഈ തരത്തിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഈ അതിർത്തി ജില്ലകളിൽ, അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കടുത്ത ജാഗ്രത. അതിൽ അതിർത്തി ജില്ലകളിൽ എല്ലാം തന്നെ ഇപ്പോൾ ബ്ലാക്ക് ഔട്ടാണ്. അല്പസമയം മുമ്പാണ് കച്ചിലെ ജില്ലാ ഭരണകൂടം ഈ തരത്തിൽ ബ്ലാക്ക് ഔട്ട് നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയത്. നേരത്തെ സൂചിപ്പിച്ചതാണ്. അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വിയും ഈ കാര്യം, ഡ്രോണുകൾ എത്തിയ കാര്യമൊക്കെ തന്നെ പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഗുജറാത്ത് അടക്കം ഇങ്ങ് ജമ്മു കാശ്മീർ വരെയുള്ള അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രതയാണ്. ഇന്നലത്തെ അത്ര വലിയ ഒരു ആക്രമണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ചിലയിടങ്ങളിൽ ഈ തരത്തിൽ ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം നടന്നിരിക്കുന്നു. പക്ഷേ ഇവിടെയും അത് കനത്ത ഒരു നാശനഷ്ടം ഉണ്ടാക്കിയതായുള്ള റിപ്പോർട്ടുകളില്ല. വന്ന ഡ്രോണുകളൊക്കെ തന്നെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക്, സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ജമ്മു നഗരത്തിലേക്ക്, വിമാനത്താവളവും കഴിഞ്ഞ് നഗരപ്രദേശത്തേക്ക് ഡ്രോണുകൾ എത്തുകയും അവിടെ അത് വെടിവെച്ചിട്ട ഡ്രോണുകൾ പതിച്ച് ചില വീടുകൾക്ക് കേടുപാടുകൾ പറ്റി ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് എന്തായാലും രാത്രി ഏതെങ്കിലും തരത്തിൽ സൈറനോ മറ്റോ മുഴങ്ങിയിട്ടില്ല. പക്ഷേ ബ്ലാക്ക് ഔട്ട് പെട്ടെന്നാണ് സ്ഥിതി മാറിയത്. ഇന്നലത്തെ പോലെ 7 മണിയാകുമ്പോഴേക്കും ബ്ലാക്ക് ഔട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്ലാക്ക് ഔട്ട് തന്നെ ഉണ്ടാകില്ല എന്നതായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ 8 മണിയോടെ ഇപ്പോൾ വെളിച്ചമെല്ലാം തന്നെ അണഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലേക്ക് ജമ്മു മാറുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് ജമ്മുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.